റിട്ടേൺ ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാഫിക്കില് നിങ്ങൾ പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, ട്രാഫിക്കിൽ എങ്ങനെ വണ്ടി ഓടിക്കും എന്നുള്ളത്. ഇതുപോലത്തെ ട്രാഫിക് ആയിരിക്കും എപ്പോഴും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളെക്കാട്ടിലും എപ്പോഴും ഒരു മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും നമ്മൾ, ഒന്നല്ലേ രണ്ടെണ്ണം നമുക്ക് ഇടാൻ പറ്റുമോ അറിയത്തില്ല, 1 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും എപ്പോഴും നമ്മൾ ഇടണം. കാരണം ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ചിലപ്പോൾ ഒന്ന് ബാക്കിലോട്ട് ഇടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ആ ഒരു സേഫ് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ അതേ എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുണ്ട്, അതിലൊരു ബേബി ഓൺ ബോർഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാവോ? അതൊരു ഇൻഡിക്കേറ്റർ, ഒരു സിമ്പലാണ്. ചില വണ്ടികളിൽ എഴുതി വെക്കും. എന്ന് വെച്ചാൽ ആ വണ്ടിയിൽ ഒരു കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ ഒരു പൊടിക്കുഞ്ഞാണ്, അത് ഉറങ്ങുന്നുണ്ട്, നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഹോൺ അടിച്ച് അതിനെ ശല്യം ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മളൊന്ന് അവെയർ ആയിരിക്കണം എന്നാണ് ആ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ട്രാഫിക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മിക്കവരും കിടന്നങ്ങ് ഹോൺ അടിക്കും, കിടന്ന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയാണ് അവർക്ക്, അതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഹോൺ അടിച്ച് ശല്യപ്പെടുത്തരുത്. അല്ലെങ്കിൽ ബേബി ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു സിമ്പിളാണ് ബേബി ഓൺ ബോർഡ് എന്ന്. ചില കാറുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മിക്കവാറും കാണും. പിന്നെ എന്ത് ചെയ്യണ്ട, അടുത്തത് ഇതുപോലെ ട്രാഫിക് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ പതുക്കെ നോക്കുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വണ്ടികൾ. ഇപ്പൊ ആണെങ്കിൽ റൈറ്റ് സൈഡ് പാലമണി തൂണുകളാണ്, ലെഫ്റ്റ് സൈഡ് നിറയെ വണ്ടികളുമാണ്. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇതിന്റെ ഇടയ്ക്കോട്ട് വണ്ടി എടുക്കാൻ. നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ, നമുക്ക് വണ്ടിയുടെ ഒരു വലിപ്പം, നമുക്ക് ഒരു ബോധം വേണം, എത്രത്തോളം ഉണ്ട് നമ്മുടെ വണ്ടി, ആ ഒരു ഡിസ്റ്റൻസിൽ കയറി പോകുമോ ഇല്ലയോ എന്ന് നമ്മൾ ഒരു ഓർമ്മ വേണം. അതിനനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകണം. ഇനി എനിക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്, ഇത് ലെഫ്റ്റിലോട്ട് തിരിയണം. ഇപ്പൊ ഞാൻ റൈറ്റിലാണ് കിടക്കുന്നത്, ഞാൻ ഇവിടുന്നേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട്, അപ്പൊ ബാക്ക് വരുന്ന വണ്ടിക്ക് മനസ്സിലായി ഞാൻ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. പതുക്കെയാണ് ഞാൻ ലെഫ്റ്റ് എടുക്കുന്നത്. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് വന്നിട്ട് ഇങ്ങനെ തിരിച്ച് ലെഫ്റ്റ് എടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഞാൻ റൈറ്റിൽ തന്നെ നിന്നിട്ട് ലെഫ്റ്റ് എടുക്കാൻ നിന്നാൽ ഒരിക്കലും അവിടെ ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. നമുക്ക് ഒരിക്കലും ലെഫ്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് എത്തുന്നതിന് കുറച്ച് മുന്നേ തന്നെ നമ്മൾ ലെഫ്റ്റ് ഇട്ട് ലെഫ്റ്റ് സിഗ്നൽ കാണിച്ച് പതുക്കെ ലെഫ്റ്റിലോട്ട് വണ്ടി എടുത്ത് വേണം നമ്മൾ ലെഫ്റ്റ് തിരിയാൻ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെല്ലാം വേണ്ടത്, ഡ്രൈവിങ്ങിന് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് ക്ഷമയാണ്. നമുക്ക് ഇപ്പൊ ധൃതി വേണ്ട. എന്തിനാ നമ്മൾ ധൃതി വെക്കുന്നത്? ധൃതി ഉള്ളവര് പൊക്കോട്ടെ, നമുക്ക് ക്ഷമ വേണം. നമ്മൾ വളരെ ക്ഷമയോടുകൂടി തന്നെ ഡ്രൈവ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവാതെയോ അല്ലെ വളരെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനും ഒരു നല്ല ഡ്രൈവർ ആവാനും നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും അത് വേണം, വളരെ ക്ഷമ വേണം. പതുക്കെ മതി, ധൃതി ഉള്ളവർ പൊക്കോട്ടെ, ഞാൻ എന്തായാലും പതുക്കെ പോകുക എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പം അങ്ങനെ അത് കുറച്ചുകൂടെ ഓർത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ അതൊന്ന് ശ്രദ്ധ കൊണ്ടുവരിക.